വർഗീയതയും വിഭാഗീയതയും ലോകാവസാനം വരെ സമസ്തയുടെ അജണ്ടയാകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാക്ക് നമ്മൾ വെള്ളാപ്പള്ളിയിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമില്ലാത്ത ഒരു സമൂഹം, അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നേതൃത്വം വഹിക്കുന്നവർ തന്നെ ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ വരുന്നതാണ് വലിയൊരു സങ്കടം. അവിടെയാണ് ജിഫ്രി തങ്ങൾ വ്യത്യസ്തനാകുന്നത്, അവിടെയാണ് കാന്തപുരം ഉസ്താദ് വ്യത്യസ്തനാകുന്നത്. ലീഗ് ഒരു പക്ഷത്തും കാന്തപുരം വിഭാഗം വേറൊരു പക്ഷത്തും നിന്നിട്ട് പരസ്പരം പോരടിച്ച ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്തിനൊക്കെ ഒരു അറുതി വന്നു എന്നുള്ളതാണ്. വിപ്ലവകരമായ മാറ്റങ്ങൾ ആ രംഗത്ത് വന്നു. ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടിക്ക് പോകുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു, നന്നായി സംസാരിക്കുന്നു. അതും ഒരു പുതിയ കാലത്തെ പുതിയ മാറ്റമായിട്ട് കാണുന്നുണ്ടോ? നമസ്കാരം. മനുഷ്യരോടൊപ്പം ഒരു യാത്രയുടെ ടാഗ് ലൈനാണ്. അത് ആര് നടത്തുന്നതെന്ന് എന്നുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഒരു യാത്രയുടെ, കേരള യാത്രയുടെ ടാഗ് ലൈനാണ്. അപ്പോൾ എല്ലാവരും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചർച്ച ചെയ്യാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. കാരണം മറ്റൊരു സാമുദായിക നേതാവ് അപ്പുറത്ത് ഇരുന്നിട്ട് ഭയങ്കര വിദ്വേഷവും ഭയങ്കര ശത്രുതയൊക്കെ പ്രചരിപ്പിക്കുന്ന സമയത്താണ് ഒരു പണ്ഡിതൻ ഇങ്ങനൊരു ക്യാപ്ഷനിൽ ഒരു യാത്ര നടത്തുന്നത്. അപ്പോൾ അതിന് മുമ്പും മറ്റു പല യാത്രകളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ ആ വിഷയത്തിലോട്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് യാത്രകൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ ആകുമ്പോൾ ഇഷ്ടംപോലെ കേരള യാത്രകളുണ്ടാവും. ചിലർ കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്തേക്ക് പോകും, ചിലർ അവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരും. ഇനിയും കേരളത്തിൽ ഒരുപാട് യാത്രകൾ വരാനിരിക്കുന്നുണ്ട്. LDFൻ്റെയും UDFൻ്റെ ഒക്കെ യാത്രകളുണ്ട്. പക്ഷേ ഇപ്പം അതല്ലാതെ ഒരു യാത്ര കഴിഞ്ഞു. ജിഫ്രി തങ്ങൾ നയിക്കുന്ന ഒരു യാത്ര കഴിഞ്ഞു. മറ്റ് കാന്തപുരം ഉസ്താദിൻ്റെ ഒരു യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്ത അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ വർഷക്കായിട്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്രകളെല്ലാം. അപ്പോൾ എന്താണ് ഈ മനുഷ്യരോടൊപ്പം അതേപോലെ മറ്റ് യാത്രകളിലൊക്കെ എന്താണ് ഈ ടാഗ് ലൈനും, ആ ടാഗ് ലൈനോട് അവർക്ക് നീതി പുലർത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ യാത്ര പ്രസക്തമാകുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു സമുദായ നേതാവ് SNDPയുടെ, നമ്മൾ തുറന്നു തന്നെ പറയാം, SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് മതവിദ്വേഷ പ്രസ്താവനകൾ നടത്തി കേരളം ഒട്ടുക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമുദായ നേതാവ് മറ്റൊരു സമുദായത്തിനെതിരെ, പിന്നെ വർഗീയത എന്ന് പറയുന്നത് ഒരു സമുദായം മറ്റൊരു സമുദായത്തിനെതിരെ വിദ്വേഷം പറയുന്നത് തന്നെയാണ്. സമുദായത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുകയാണ് വെള്ളാപ്പള്ളി എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ വെള്ളാപ്പള്ളി ചെയ്യുന്നത് എന്താണ്? സാമുദായിക വിരുദ്ധത പ്രചരിപ്പിക്കുക. അതായത് മറ്റു സമുദായത്തിനെതിരെ വിദ്വേഷം നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പറഞ്ഞ നേതാക്കൾ, ഇവരും മത നേതാക്കളാണ്, സമുദായ നേതാക്കളാണ്. അവർ പക്ഷേ ചെയ്യുന്നത് എന്താണ്? മനുഷ്യർക്കൊപ്പം ആണ് ഞങ്ങൾ, സാമുദായിക സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുക. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് സമുദായങ്ങൾ എല്ലാം നല്ല സൗഹൃദത്തിൽ പോകണം, നമ്മൾ തമ്മിൽ വർഗീയത പാടില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നേരം വെളുത്താൽ മുസ്ലിം സമുദായം അനർഹമായിട്ട് നേടി, അങ്ങനെ വളരെ നിരന്തരമായിട്ട് ഈ സമുദായ വിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെയാണ് ഈ യാത്രകൾ പ്രസക്തമാകുന്നത്. അല്ല, ഈ AP ഉസ്താദിൻ്റെത് ഒരു ചുമ്മാ പ്രമേയത്തിൽ മാത്രമല്ല, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്. നിമിഷപ്രിയക്ക് വേണ്ടി MLA അദ്ദേഹം നടത്തിയ പ്രവർത്തനം എല്ലാവരും ഞെട്ടിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതിന് ഫൈനൽ റിസൾട്ട് ആയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ആ ഫൈനൽ വെർഡിക്റ്റ് നടപ്പിലാക്കേണ്ട ദിവസം അത് നടന്നില്ല, അത് പോസ്റ്റ്പോൺ ചെയ്യപ്പെടുക ചെയ്തത്. പിന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലാണെന്നൊക്കെ അവരൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യാത്ര വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അതേപോലെ തന്നെ മുമ്പൊക്കെ ഈ യാത്രകളും ഇതൊക്കെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഈ ഒരു പരിസരം ശ്രദ്ധിക്കുമ്പോൾ പരസ്പരം എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഒരു സംഗതികൾ മുമ്പുണ്ടായിരുന്നു. അവരെ ചീത്ത വിളിക്കുക, ഇവർ മുജാഹിദിനെ ചീത്ത വിളിക്കുക, സുന്നികൾ പരസ്പരം ചീത്ത പറയുക. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അങ്ങനെ ജീവിച്ചവരാണ്. നമ്മുടെ മദ്രസകാലവും അതിൻ്റെ ശേഷമുള്ള കാലങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതിന് കുറേ മാറ്റം വന്നു. എല്ലാവരും ഗീവ് റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ബഹുമാനം കൊടുത്ത് ബഹുമാനം തിരിച്ചു വാങ്ങുകയാണ്. അപ്പോൾ ആ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര പോസിറ്റീവായൊരു മാറ്റമല്ലേ അത്? അതെ, അതായത്
മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ള ടാഗ് ലൈൻ, ആ ടാഗ് ലൈൻ തന്നെയാണ് ആ യാത്രയെ പ്രസക്തമാക്കുന്നത്. അപ്പോൾ സമസ്തയുടെ ശതാബ്ദി ആഘോഷം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരു സമസ്തകളും ഈ യാത്രകൾ നടത്തുന്നത്. അപ്പോൾ ആദ്യം ആ യാത്ര നടന്നത് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലാണ്. സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരിടത്ത് ഇപ്പോൾ കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു. അതായത് വർഗീയതയും വിഭാഗീയതയും ലോകാവസാനം വരെ സമസ്തയുടെ അജണ്ടയാകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു വാക്ക് നമ്മൾ വെള്ളാപ്പള്ളിയിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മതങ്ങൾ തമ്മിലുള്ള സംഘർഷമില്ലാത്ത ഒരു സമൂഹം, അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് എല്ലാവരും സൗഹൃദത്തിൽ ജീവിച്ചു പോകുന്ന ഒരു നാടാണ്. ഈ നാടിനെ ഇതേപോലെ നിലനിർത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഇവിടുത്തെ മതനേതാക്കൾക്കുണ്ട്. ഈ നേതൃത്വം വഹിക്കുന്നവർ തന്നെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വരുന്നതാണ് വലിയൊരു സങ്കടം. അവിടെയാണ് ജിഫ്രി തങ്ങൾ വ്യത്യസ്തനാകുന്നത്, അവിടെയാണ് കാന്തപുരം ഉസ്താദ് വ്യത്യസ്തനാകുന്നത്. ഇപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഞാനൊന്ന് വായിക്കാം. അതായത് ഇപ്പോൾ കണ്ണൂരിൽ അദ്ദേഹം പ്രസംഗിച്ചത്, അതായത് സമുദായ നേതാക്കൾ വർഗീയത പറയരുത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയാം, വളരെ സൂക്ഷിച്ച് വേണം സമുദായ നേതാക്കൾ വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. സമൂഹത്തിൽ വലിയ സ്ഥാനവും ബഹുമാനവുമുള്ളവർ വാക്കിലും പ്രയോഗങ്ങളിലും കരുതലുള്ളവരാകണം. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. നമ്മുടെ ഒരു പ്രയോഗം കൊണ്ട് സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാകാൻ ഇടവരരുത്. ജനാധിപത്യത്തിലും സൗഹൃദത്തിലും വിശ്വസിക്കുന്നവരാണ് കേരള ജനത. സൗഹാർദ്ദമില്ലാതാക്കി മനുഷ്യരെ അകറ്റാനുള്ള ശ്രമം കേരളം തള്ളിക്കളയണം. നമ്മുടെ നാടിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ അത് അപകടപ്പെടുത്തും. നാം മനുഷ്യരാകണം, മനുഷ്യനാകുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട്, ചേർന്ന് നിൽക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യത്വത്തിന് വേണ്ടി, മാനവികതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു നേതാവ്, അതേ സമയത്ത് ഈ മാനവികതയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യത്വ വിരുദ്ധമായിട്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു നേതാവ്. ഈ നേതൃത്വങ്ങളുടെ തമ്മിലുള്ള സംഘർഷത്തിനിടയിലാണ് ഈ നേതാവ് പ്രസക്തനാകുന്നത്. അപ്പോൾ ഇതാണ് ഈ യാത്രയുടെ ഒരു പ്രസക്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മുമ്പൊക്കെ ലീഗ് പൊളിറ്റിക്സ് പറയുമ്പോൾ ലീഗ് ഇതിൻ്റെയൊക്കെ വേറൊരു പക്ഷത്ത് ലീഗിനെ എങ്ങനെയോ നിർത്തപ്പെട്ടിരുന്നു. ലീഗ് ഒരു പക്ഷത്തും കാന്തപുരം വിഭാഗം വേറൊരു പക്ഷത്തും നിന്നിട്ട് പരസ്പരം പോരടിച്ച ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്തിനൊക്കെ ഒരു അറുതി വന്നു എന്നുള്ളതാണ്. വിപ്ലവകരമായ മാറ്റങ്ങൾ ആ രംഗത്ത് വന്നു. ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടിക്ക് പോകുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു, നന്നായി സംസാരിക്കുന്നു. അതും ഒരു പുതിയ കാലത്തെ പുതിയ മാറ്റമായിട്ട് കാണുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. കാലം മാറുന്നതിനനുസരിച്ച് ഇത്തരം നിലപാടുകളിലൊക്കെ പല മാറ്റങ്ങൾ വരും. ഇപ്പോൾ ഇരു സമസ്തകൾ തമ്മിലും വളരെ സൗഹൃദത്തിലാണ് ഇപ്പോൾ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ മതസംഘടനകളുമായിട്ടും സാമുദായിക ഐക്യം എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. അതായത് ഐക്യമില്ലെങ്കിൽ അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കാനുള്ള അർഹത ഉണ്ടാവില്ല എന്നാണ് ഖായിദമില്ലത്ത് പറയുന്നത്. അതായത് സമുദായം ഐക്യപ്പെടണം, സമുദായങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാവണം. ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഏതെങ്കിലും ഒരു കക്ഷിയോട് പ്രത്യേകമായ വിരോധമോ വിധേയത്വമോ ഇല്ല. അതായത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സുന്നികളിൽപ്പെട്ട ആളുകൾ, അതായത് സമസ്തക്കാരാണ് മുസ്ലിം ലീഗിൽ കൂടുതലുള്ളത്. സമസ്തയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മുസ്ലിം ലീഗുകാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഒരു പാരസ്പര്യമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിനൊരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് സമസ്തക്കാർ, സമസ്തക്കൊരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് മുസ്ലിം ലീഗുകാർ. ഇത് കാലാകാലമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ആ ഒരു ബന്ധം അതുപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. ആ രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ രാഷ്ട്രീയ കക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട എയിം. പക്ഷേ ഇവരൊക്കെ പുലർത്തി പോരുന്ന ഒരു ശ്രദ്ധ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ള തീവ്ര ചിന്താഗതിക്കാരെ മാറ്റി നിർത്താൻ ഇവരെല്ലാവരും ഒറ്റക്കെട്ട. അതിൽ ഇവർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. അത് ശ്രദ്ധിച്ചല്ലേ? അതെ. അതായത് തീവ്രവാദവും വർഗീയതയും അത് പാടില്ല. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്തണം എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനായാലും സമസ്ത വിഭാഗങ്ങൾക്കായാലും ഇവിടുത്തെ മുജാഹിദ് വിഭാഗങ്ങൾക്കായാലും ഇവിടുത്തെ മതസംഘടനകൾക്കൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷേ ഇത് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ വിഷയം കൂടെ വന്നുകൊണ്ട് പറയാം. അതായത് ഈ മുസ്ലിങ്ങളുടെ ഒരു വേഷം, മുസ്ലിങ്ങളുടെ ഒരു പേര്, അതുപോലും വർഗീയമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ഇസ്ലാമോഫോബിക് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനാണ് വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്. അവിടെയാണ് വർഗീയതയുടെ ഒരു അംശം പോലും ഇല്ലാതെ, വിഭാഗീയതയുടെ ഒരു വാക്ക് പോലും പറയാതെ ഈ യാത്രകൾ നടക്കുന്നത്.
അവിടെയാണ് ഈ യാത്രകളുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സമസ്തയുടെ 100-ാം വാർഷികവും അതേപോലെ തന്നെ കാന്തപുരം ഉസ്താദിൻ്റെ മനുഷ്യർക്കൊപ്പമുള്ള യാത്രയും ഈ യാത്രകൾ കഴിഞ്ഞാലും കാലാകാലം തുടരട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.